ഫസ്റ്റ് പേക്ക് ട്രൈ ചെയ്യും. സുഖമില്ലല്ലോ ഇവിടെ നടിക്കാൻ. എവിടാണ് കൊറേ എല്ലാം കണ്ടിട്ട് രണ്ട് പെഗ് ഒരു പെഗ് ഉണ്ടോ? ഒരു പെഗ് മാത്രമാണ് നീ വെച്ചേക്കണം എനിക്ക്. എന്ത് ചെയ്യാനാ? പുതിയ കൂട്ടര് ചേട്ടൻ കൊണ്ടുവന്ന തുടങ്ങാം. ഞങ്ങൾ ചേർത്ത് ട്രൈ അടിച്ച് ഞാൻ ആദ്യം തുടങ്ങാം. അടുത്ത പെഗ് നിനക്ക് ഞാൻ അടിച്ചിട്ട് അടുത്ത പെഗ് നിനക്ക് തരും. ഓക്കെ? എവിടെടാ? കൊറേ എല്ലാം കണ്ടിരുന്ന ആവേശത്തിന്റെ കാറിലൊക്കെ പോയിരുന്നു. ഒരു വിവരമില്ല. എന്ത് ചെയ്യാനാ? ഒരു പെഗ് അടിച്ചാലേ നിന്നെ കാണുള്ളൂ അല്ലേ? നിനക്ക് നേരത്തെ വന്നുകൂട്ടാ. ഞാൻ പുതിയ ഉപ്പ് പൊട്ടിക്കാൻ തന്ന് മാത്രമേ വരുള്ളൂ. ഇത് ട്രൈ അടിക്കാനാണ് ഒരു സുഖം. കുറച്ച് വെള്ളം നമ്മൾ കുടിക്കണം. കാരണം നമ്മുടെ കിഡ്നി സാധനങ്ങളൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്
ഒഴിക്ക് ഒഴിക്ക്. നിനക്കെന്തൊരു മടുപ്പ് കൂടിയ സാധനമായോണ്ടാണ്. അത് നോക്കണ്ട, അടിക്ക്. ഇതാ ഞാനിതും കൂടെ അടിച്ചിട്ട് നിനക്ക് അടുത്ത് തന്നാ മതിയാ? നീ എന്നെ ഒരു കുടിയനാക്കി മാറ്റുമല്ലടാ കള്ള. അപ്പൊ നിനക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനാണ് നിന്നെ മോട്ടിവേറ്റ് ചെയ്തത്. എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ ആരുണ്ട്? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിനക്ക് ഈ കള്ളു കുടിക്കുമ്പോൾ മാത്രമേ എന്നെ ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ നീ വരില്ലല്ലോ. എല്ലാവർക്കും അവരവരെ കാര്യങ്ങൾ മാത്രമേ. നീ ഇപ്പൊ ഞാൻ കറക്റ്റ് കുപ്പി പൊട്ടിക്കുന്നതെന്ന് മാത്രമല്ല നീ വരുള്ളൂ. അല്ലെങ്കിൽ നീ വരുമോ? ഒരു ബെഗ് മാത്രമുള്ളപ്പോ നീ വരുമോ? ഇല്ലല്ലോ. നമുക്ക് ലൗസിൽ പഠിച്ചുവിട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിന്നെ ഒരു ബെഗ് അടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. എന്റെ പഴയ ലൈനൊക്കെ എന്തായി? അല്ല, നീ തേച്ചിട്ട് പോയെന്ന് പറയണ. അല്ല, നീ അവളുടെ അടുത്ത് കൊണ കാണിച്ചോണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മളെന്തിനാണ് ഈ എല്ലാവരും പറയണ പോലെ പെണ്ണ് തേച്ചു പോയി, പെണ്ണ് തേച്ചു പോയി? ഫൂളിഷ്നെസ് ആയ വാക്കുകളാണത്. അത് നീ പറയില്ല. എന്നോട് നീ ആ കാര്യം പറയരുത് കേട്ടോ. കാരണം എല്ലാവരും സംസാരിക്കണ പോലെ നീ എൻ്റെ അടുത്ത് സംസാരിക്കരുത്. നമ്മള് എപ്പോഴും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ എല്ലാ പുരുഷന്മാരും നല്ലതല്ല, എല്ലാ സ്ത്രീകളും നല്ലതല്ല. പക്ഷെ നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാന്നുള്ളതല്ലടാ. അതൊക്കെ ഓരോരുത്തരെ ഭാഗ്യം പോലെ ഇരിക്കും. ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ ഇങ്ങനെ കള്ളും കുടിച്ചിരിക്കാൻ പറ്റുമോ? എന്നെ കാണാം, കറക്റ്റ് ജോലിക്ക് പോവും, തിരിച്ചു വരും, ആഴ്ചയിൽ ഒരു കുപ്പി പൊട്ടിക്കും, അടിക്കും, സുഖം. അതൊരു വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് നീ കൂട്ടുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വേറെ ആളെ. നമ്മൾ ബാറിലൊക്കെ പോയി അടിക്കുമ്പോൾ അപ്പുറത്തവൻ കണ്ടോ ഇപ്പുറത്തവൻ കണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. നമുക്ക് സമൂഹത്തെ പേടിക്കാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തിനാണ് വീട്ടുകാരോട് നിൽക്കുമ്പോൾ അങ്ങനത്തെ ആറാമ്പറപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ലൈഫാണ് അളിയാ. നീ ഈ പെണ്ണ് തേച്ച കഥ 24 മണിക്കൂറും ചിന്തിച്ചോണ്ട് നടക്കല്ലേ. അത് പോയാ വേറെ നോക്ക്. നീ ട്രൈ. നമ്മള് ഈ ടച്ചിങ് സൈഡ് ചിക്കൻ ഫ്രൈയും മട്ടൺ ഫ്രൈയും അച്ചാറും ഇതൊക്കെ കൂട്ട് കഴിയുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചടിക്കുക. അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം കുടിച്ചാലും മതി. പക്ഷെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നീ കുടിക്കണം, അങ്ങനെ ശരിയാവുള്ളൂ. നിന്റെ കാര്യങ്ങളൊന്നും നീ പറഞ്ഞില്ലല്ലോ. എന്തായി നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറിയാ? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക, ഇത്രേ ഉള്ളൂ. ഇതടിച്ചിട്ട് ഞാൻ ഒന്ന് മൂത്രമൊഴിക്കണം. ഒഴിച്ചടിക്കളിയാ ഞാൻ മൂത്രം. ലൈഫില് ഒരു ഉയർച്ച ഉണ്ടാവണ്ടേ? അപ്പൊ ഇങ്ങനെ പലതും പ്രശ്നങ്ങളുണ്ടാവും ആയിരിക്കും. ഇപ്പൊ നമ്മള് പല പ്രശ്നങ്ങളും വരും. പക്ഷെ അത് എല്ലാരും അറിയിക്കണേ. പിന്നെ ആരുമില്ലേ? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക. അവരവർക്ക് അവരവരെ കാര്യമല്ലേ ജീവിക്കാൻ പറ്റും. നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. പോയി കിടന്ന് ഉറങ്ങടാ. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കള്ളു കുടിച്ച് കിഡ്നികളെ എന്തിനാ?